മരിയൻ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ അറിഞ്ഞോ, ഇത് നമ്മുടെ ചാനലിലെ 7ാമത്തെ പുൽക്കൂട് മേക്കിംഗ് വീഡിയോ ആണ്. ബാക്കി 6 ക്രിബുകൾ കാണാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റ് എടുത്തിട്ട് ക്രിസ്മസ് ക്രിബ് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ എല്ലാം അതിൽ കിടപ്പുണ്ട്. വീടിൻ്റെ ഉള്ളിൽ ഒരു ക്രിസ്മസ് വൈബൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലേ. അങ്ങനെയാണെങ്കിൽ വീടിൻ്റെ ഉള്ളിൽ ഒരു പുൽക്കൂടും കൂടി ഉണ്ടെങ്കിൽ എങ്ങനെയുണ്ടാവും? യെസ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഇൻഡോർ ക്രിസ്മസ് ക്രിബാണ്. ഒരു ടേബിൾ ടോപ്പ് ക്രിസ്മസ് ക്രിബ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതിനായിട്ട് നമുക്ക് കട്ടിയുള്ള ചട്ടയാണ് എടുക്കേണ്ടത്. ഫ്ലെക്സിബിൾ ആയിരിക്കണം എന്ന് മാത്രം. പിന്നെ കാർഡ്ബോർഡ് അത്ര ഫ്ലെക്സിബിൾ അല്ലാത്തതുകൊണ്ട് ഞാനത് പ്രിഫർ ചെയ്യുന്നില്ല. പിന്നെ എനിക്ക് നീളമുള്ള ചട്ട കിട്ടാത്ത കാരണം കൊണ്ട് ഞാൻ 2 ചട്ട കട്ട് ചെയ്ത് കൂട്ടി ഒട്ടിക്കുകയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ആവശ്യമുള്ളത് ജൂട്ടിൻ്റെ തുണിയാണ്. അത് ക്വാളിറ്റി കൂടിയത് തന്നെ യൂസ് ചെയ്യണം. ക്വാളിറ്റി കുറഞ്ഞത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊന്നും അങ്ങനെ നൂല് വന്നുകൊണ്ടിരിക്കും. നമ്മുടെ കട്ട് ചെയ്ത ചട്ടയുടെ അതേ വലുപ്പത്തിന് മീതിയും താഴെയുമായിട്ട് സാൻഡ്വിച്ച് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക. നടുക്ക് ചട്ട, മീതിയും താഴെയും ഈ ജൂട്ടിൻ്റെ തുണി. എന്തൊക്കെ ചെയ്തിട്ടും ജൂട്ടിൻ്റെ തുണി ചട്ടയും ഒട്ടിപ്പിടിക്കണ്ടായിരുന്നില്ല. ഫെവിക്കോളിന് കുപ്പിന്ന് പുറത്തു വരാൻ ഒരു ആശങ്ക. 2 കൈ കൊണ്ട് ആ ഫെവിക്കോൾ കുപ്പീനെ ഞെക്കിക്കൊന്നില്ല എന്നേ ഉള്ളൂ. 1-2 വർഷത്തെ പഴക്കേ ഉള്ളൂ. അതിനാണ് ഈ ഫെവിക്കോൾ ഇങ്ങനെ. എന്തായാലും ഒരു സ്നേഹമില്ലാത്ത ഫെവിക്കോള്. ഒരു വിധത്തിൽ ഞാൻ ആ ജൂട്ടിൻ്റെ തുണി ഒന്ന് ഒട്ടിച്ചെടുത്തു. ഈ സ്റ്റെപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. കാരണം ആ ഫെവിക്കോൾ ഒന്ന് ഉണങ്ങാനുള്ള സാവകാശം കൊടുക്കണം. പുൽക്കൂട് പണി ഇപ്പം തീർക്കണം എന്ന് വെച്ചാൽ ആക്രാന്തം മുത്തങ്ങട്ട് ചെയ്ത് കഴിഞ്ഞാൽ ജൂട്ട് ക്ലോത്തിൻ്റെ വഴിക്കും പോവും, ചട്ടയുടെ വഴിക്കും പോവും. ഇനി നമുക്ക് തെർമോക്കോളിൻ്റെ 2 വട്ടത്തിലുള്ള ഇതുപോലത്തെ പീസാണ് വേണ്ടത്. ഒന്ന് മീതെ ഇതുപോലെ വെക്കാനും ഒന്ന് താഴെ ബേസായിട്ട് വെക്കാനും. നിങ്ങൾക്ക് എന്തോരം വലുപ്പമാണ് പുൽക്കൂട് വേണ്ടത് അതിനനുസരിച്ചുള്ള വലുപ്പത്തിലുള്ള തെർമോക്കോളാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. നമ്മളിവിടെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ചട്ട ഇതുപോലെ നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുക്കണം. ആ ചെറിയ തെർമോക്കോളിൻ്റെ സർക്കിളാണ് എടുക്കേണ്ടത്. നല്ല പോലെ ടൈറ്റ് ചെയ്യണം. ഈ സർക്കിളിനെക്കാട്ടും കുറച്ചുകൂടെ ചെറുതായിട്ട് വേണം ഇത് വരാനായിട്ട്. അപ്പോൾ ഈ അറ്റത്തെ ഭാഗം ചെറുതായിട്ടൊന്ന് വലിച്ച് സ്റ്റേപ്ലർ അടിക്കുക. സ്റ്റേപ്ലർ അടിച്ചത് ഫിക്സ് ആയതിനു ശേഷം മാത്രം ഉള്ളിലുള്ള ആ തെർമോക്കോളിൻ്റെ സർക്കിൾ ഊരിയെടുക്കുക. അതിനുശേഷം തലങ്ങും വിലങ്ങും കൂടി സ്റ്റേപ്ലർ അടിക്കുക. ജൂട്ടിൻ്റെ തുണി കട്ടിയുള്ള കാരണം കൂടി സ്റ്റേപ്ലർ കംപ്ലീറ്റ്ലി ചിലപ്പോൾ താവില്ല. അപ്പോൾ ഉള്ളിൽ നിന്ന് നമ്മളൊന്ന് സ്റ്റേപ്ലർ ചെയ്ത് കൊടുക്കണം. ഈ ജൂട്ട് തുണി ഉപയോഗിക്കാൻ കാരണം എന്താണെന്നറിയോ? ഇതാവുമ്പോൾ പിന്നെ നമുക്ക് പെയിൻ്റ് അടിക്കണ്ട, വേറെ പണികളൊന്നുമില്ല. ഇനി നമുക്കൊരു വാതിൽ വരച്ച് കൊടുക്കണം. വാതിൽ ഇത്തിരി വലുപ്പത്തിൽ വേണം വരയ്ക്കാനായിട്ട്. അപ്പോൾ നമുക്കൊരു സ്കെയിലും സർക്കുലർ സ്കെയിലുമാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. നമ്മൾ രാവിലെ എണീറ്റ് വരുമ്പോൾ നമ്മുടെ ഹാളിലോ റൂമിലോ ഒക്കെ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ക്രിബ് ഉണ്ടെങ്കിൽ എന്തൊരു രസമായിരിക്കും അല്ലേ. നമ്മുടെ മോർണിംഗ് ഭയങ്കര വൈബായിരിക്കും. ഒരു പോസിറ്റീവ് വൈബ് മോർണിംഗിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ പുൽക്കൂട് നമ്മൾ ഹെൽപ്പ് ചെയ്യും. നല്ല വാം കളർ മാല ബൾബ് ഇട്ടിട്ട് ബാക്കി എല്ലാ ലൈറ്റ്സും ഓഫ് ചെയ്തിട്ട് ഈ ക്രിബും ട്രീയൊക്കെ കാണാൻ ഭയങ്കര രസമല്ലേ. രാത്രി അതും നോക്കി ഞാൻ ഒരുപാട് നേരം ഇങ്ങനെ നിൽക്കട്ടെ. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. നമ്മൾ ജൂട്ടിൻ്റെ തുണിയിൽ വരച്ച വാതിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ കുറച്ച് ക്ഷമയോട് കൂടി കട്ട് ചെയ്യണം, അല്ലെങ്കിൽ പുൽക്കൂടിൻ്റെ മുൻപിൽ തന്നെ പൂച്ച മാന്തിയ പോലെയാവും. ഇത്രയും വർക്ക് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പുൽക്കൂടിന് ഒരു മേൽക്കൂര ഉണ്ടാക്കാം. ഞാനിവിടെ കേക്കിൻ്റെ ബോക്സാണ് കട്ട് ചെയ്തിട്ട് ഒരു സർക്കുലർ ഷേപ്പിൽ എടുത്തിട്ടുള്ളത്. ഞാനൊരു കിണ്ണത്തിൻ്റെ വട്ടത്തിലാണ് ഇത് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കാനായിട്ട് കുറുകെ ഇതുപോലെ 2 വര വരയ്ക്കുക. അപ്പോൾ 2 ലൈൻ കൂട്ടിമുട്ടുന്ന സ്ഥലമാണ് അതിൻ്റെ സെൻറ്റർ. ആ സർക്കിളിൻ്റെ സെൻറ്റർ വരെ നമ്മളൊന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ കോൺ ഷേപ്പിൽ കിട്ടും. എന്നിട്ടൊന്ന് സ്റ്റേപ്ലർ ചെയ്തിട്ട് സെല്ലോ ടേപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത്. നമ്മൾ ഈ ഉള്ളിലേക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്യുന്നത് എത്രത്തോളം കൂട്ടുന്നോ അത്രത്തോളം കോണിൻ്റെ ഹൈറ്റും കൂടും. ഫോൾഡ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ എക്സ്ട്രാ വരുന്ന പീസുകൾ കട്ട് ചെയ്ത് കളയാം. ഇങ്ങനെ ഫോൾഡ് ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ നമുക്ക് നല്ല വട്ടത്തിലുള്ള സർക്കിൾ വേണം മേൽക്കൂരയ്ക്ക് വേണ്ടി കട്ട് ചെയ്യാൻ. നമ്മൾ ആ ബോഡിക്ക് എടുത്തിട്ടുള്ള സർക്കിളിനെക്കാട്ട് ഒരു 3 ഇരട്ടി വലുപ്പത്തിൽ വേണം മേൽക്കൂരയ്ക്കുള്ള സർക്കിൾ എടുക്കാൻ. ഞാനിവിടെ ഒരു കിണ്ണത്തിൻ്റെ അത്ര വട്ടത്തിലാണ് മേൽക്കൂരയ്ക്കുള്ള സർക്കിൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ചെറുപ്പത്തിൽ സ്കൂളിൽ പോകുമ്പോൾ ഈ ജോമെട്രി എന്ന് പറഞ്ഞ ലെസണൊക്കെ എന്തിനാ പഠിക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴല്ലേ ആപ്ലിക്കേഷൻ ലൈഫിൽ വന്നത്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയ തെർമോക്കോള് ബേസ് തെർമോക്കോളുമേ ഒട്ടിച്ചു കൊടുക്കാം. കറക്റ്റ് മിഡിലായിട്ടാണ് ഒട്ടിക്കേണ്ടത് ഇതുപോലെ. അതിനുശേഷം നമ്മൾ ജൂട്ട് ക്ലോത്ത് കൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള പുൽക്കൂടിൻ്റെ ബോഡി നമ്മളിതിൽ ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അവസാനം നമ്മുടെ മേൽക്കൂര നമുക്ക് വെക്കാം. മേൽക്കൂര ഞാൻ ഫെവിക്കോൾ വെച്ച് തന്നെയാണ് ഒട്ടിക്കുന്നത്. ഈ പുൽക്കൂട് ഞാൻ എൻ്റെ ക്രാഫ്റ്റ് റൂമിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് നോക്കുമായിരുന്നു ഈ പുൽക്കൂട്. എനിക്ക് അത്രയ്ക്കും പേഴ്സണലി ഈ പുൽക്കൂട് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ക്രിസ്മസ് ക്രിബിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തവണ ഞാൻ ക്രിസ്മസ് ക്രിബിൻ്റെ സീരീസ് ഇറക്കിയിട്ടുള്ളത്. ഈ ഡോറിൻ്റെ പോർഷൻ കട്ട് ചെയ്ത് കളഞ്ഞപ്പോൾ ഒരു ഇൻപെർഫെക്ഷൻ ഫീൽ ചെയ്യുന്നില്ലേ? അപ്പോൾ അത് ഫില്ല് ചെയ്യാനായിട്ട് നമ്മളിതുപോലെ ഗമ്മ് തേച്ചിട്ട് ചാക്ക് ചരട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. 2 സൈഡിലും മാത്രമേ ഞാൻ പശ തേക്കുന്നുള്ളൂ. പിന്നെ മീതെ ഒട്ടിക്കുമ്പോൾ മീതെ പശ തേക്കുന്നതിന് പകരം ഞാൻ ചാക്ക് ചരടിൽ പശ തേച്ചിട്ട് മീതയ്ക്ക് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ.
വൈക്കോൽ ഉപയോഗിച്ചിട്ട് ഒരു ക്രിബ് ഉണ്ടാക്കണം എന്ന് കുറച്ച് നാളായിട്ട് മനസ്സിൽ ആഗ്രഹമുണ്ട്. പക്ഷെ വൈക്കോൽ അന്വേഷിക്കുമ്പോൾ ഫുൾ മെഷീനിൽ ചതഞ്ഞ പോലത്തെ വൈക്കോലാണ് നമുക്ക് കിട്ടുന്നത്. സ്ട്രെയിറ്റ് ആയിട്ട് പണ്ടത്തെ കൈകൊണ്ട് കൊയ്തെടുക്കുന്ന പോലത്തെ വൈക്കോൽ ഇപ്പോൾ കിട്ടാനില്ല. ചതഞ്ഞ വൈക്കോൽ കുറച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. അത് വെച്ച് ചെയ്യാൻ പറ്റുമോ ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ. എന്നിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ഇടാം കേട്ടോ. താഴത്തെ ചെറിയ തെർമോക്കോളിന് ചുറ്റും നമ്മൾ പശ തേച്ചിട്ട് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് ഒട്ടിപ്പിടിച്ചോട്ടെ എന്ന് കരുതി ഒരുപാട് പശയൊന്നും ഇവിടെ വാരി തേക്കരുത്. ചെറുതായിട്ടൊന്ന് തേച്ച് കൊടുക്കുകയേ വേണ്ടൂ. അല്ലെങ്കിൽ എക്സസ് പശയായി കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. അതിനുശേഷം ഇത്തിരി കട്ടിയുള്ള ചാക്ക് എടുത്തിട്ട് ഈ തെർമോക്കോളിന് ചുറ്റും ഞാനൊന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. 1223 ഇറ്റലിയിലെ ഗ്രാസിയോ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആദ്യമായിട്ട് ഒരു പുൽക്കൂട് ഉണ്ടാക്കിയത്. അത് ആരുണ്ടാക്കിയെന്നറിയോ? നമ്മുടെ പ്രാഞ്ചിയേട്ട സിനിമയില്ലേ, പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദ സെയിൻറ്റ്, അതിലൊരു പുണ്യാളം വരുന്നില്ലേ, പുള്ളിക്കാരൻ തന്നെ, സെൻറ്റ് ഫ്രാൻസിസ് അസീസി. ആ പുള്ളിക്കാരനാണ് ഈ പുൽക്കൂട് നിർമ്മാണത്തിന് തുടക്കം കുറിച്ചത്. പുൽക്കൂട് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും പുല്ലുകൊണ്ടുണ്ടാക്കിയ തൊഴുത്തിലൊന്നുമല്ല ഈശോ ജനിച്ചത്. കാലിത്തൊഴുത്തിൽ തന്നെയാണ്. പക്ഷെ ആ തൊഴുത്ത് ഒരു ഗുഹയായിരുന്നു. ഇറ്റലിയിൽ ആദ്യമായിട്ട് ഫ്രാൻസിസ് അസീസി പുൽക്കൂട് ഉണ്ടാക്കിയത് ഒരു ഗുഹയുടെ മാതൃകയിലായിരുന്നു. പിന്നീട് പുൽക്കൂട് ഉണ്ടാക്കുന്ന ആ കൾച്ചർ യൂറോപ്പ് മുഴുവനും വ്യാപിച്ചു. ഇറ്റലിയിലും തുടക്കം കുറിച്ചത് കൊണ്ട് തന്നെ ഇറ്റാലിയൻ കൾച്ചറിൽ പുൽക്കൂട് നിർമ്മാണം തുടങ്ങി. അങ്ങനെയാണ് ഇറ്റാലിയൻ സ്റ്റൈൽ ക്രിസ്മസ് ക്രിബ് വളരെ ഫേമസ് ആയത്. നമ്മുടെ കേരളത്തിലേക്ക് അതേ കൾച്ചർ കൊണ്ടുവന്നപ്പോൾ നമ്മുടെ ഇവിടെ പുല്ലുകൊണ്ടും വൈക്കോല് കൊണ്ടൊക്കെയാണ് നമ്മുടെ ഇവിടെ തൊഴുത്തുകളൊക്കെ പണ്ടുണ്ടാക്കിയിരുന്നത്. അപ്പോൾ ആ ഒരു കൾച്ചറിലേക്ക് നമ്മുടെ ക്രിബ് കൺവേർട്ട് ചെയ്യപ്പെട്ടു. അതാണ് നമ്മുടെ പുൽക്കൂടിൻ്റെ ഹിസ്റ്ററി. അപ്പോൾ നമുക്കിവിടെ നമ്മുടെ പുൽക്കൂട് നിർമ്മാണത്തിലേക്ക് തിരിച്ചു വരാം. അവസാനമായിട്ട് കുറച്ച് ക്ഷമ വേണ്ട പരിപാടിയാണ്. നമ്മൾ പിസ്തയുടെ ഷെല്ലുകൾ ഇങ്ങനെ ഒട്ടിക്കുകയാണ് വേണ്ടത്. പിസ്തയുടെ ഷെല്ല് കുറച്ച് മേൽക്കൂരക്കാട്ടും ഇങ്ങോട്ട് താഴേക്ക് ഇറങ്ങി നിൽക്കണം. കണ്ടോ, ഇതുപോലെ. ഫസ്റ്റത്തെ ലെയർ ഒട്ടിച്ചതിന് ശേഷം മാത്രമേ മീതയ്ക്ക് ബിൽഡ് ചെയ്ത് പോകാനായിട്ട് പാടുള്ളൂ. നമ്മൾ ഈ ചെറിയ കുട്ടികൾക്ക് ചിത്രത്തിന് ഒരു ഔട്ട്ലൈൻ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കളർ അടിക്കാവൂ എന്നൊക്കെ പറയില്ലേ, അതുപോലെ. ഇനി സെക്കൻഡ് ലെയർ ഒട്ടിക്കുമ്പോൾ ഒന്ന് ഓവർലാപ്പ് ചെയ്തിട്ട് വേണം ഒട്ടിക്കാനായിട്ട്. അപ്പോഴേ അതിൻ്റെ ഭംഗി കിട്ടുള്ളൂ. ഫസ്റ്റ് ലെയർ ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരേ ലൈനിൽ തന്നെ പോകണമെന്നൊന്നുമില്ല. മീതയ്ക്ക് ചെയ്യാം. ഒരു സൈഡ് മാത്രമായിട്ട് ചെയ്ത് വരാം, കുഴപ്പമില്ല. മേൽക്കൂരമേ പശ തേച്ചിട്ട് പിസ്താ ഒട്ടിക്കണേക്കാൾ നല്ലത് പിസ്താ പശ തേച്ച് മേൽക്കൂരമ ഒട്ടിക്കുന്നതാണ്. കൺഫ്യൂഷനായോ? കുഴപ്പമില്ല, ഒന്നുകൂടി കേട്ട് നോക്കട്ടോ, അപ്പോൾ ക്ലിയർ ആവും. ഈ പുൽക്കൂടിൻ്റെ വർക്ക് തുടങ്ങിയിട്ട് അവസാനിച്ചത് പുലർച്ചെ 3 മണിക്കാണ് കേട്ടോ. എനിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. കാരണം ഈ വർക്ക് എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ചെയ്ത് ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണാൻ ഞാൻ അത്രയും വെയിറ്റിംഗ് ആയിരുന്നു. വീട്ടിൽ ഉണ്ണിയുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആ ഉള്ള സമയത്ത് വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവ ഉറങ്ങിയതിന് ശേഷമാണ് ഞാൻ എൻ്റെ വർക്ക് തുടങ്ങിയത്. ഉണ്ണിക്ക് ഇപ്പോൾ 2.25 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ എന്ത് കണ്ടാലും അവനത് വലിച്ചിടും. അത് കാരണം കൊണ്ട് അവ ഉള്ളപ്പോൾ ഈ വർക്ക് ചെയ്യാനേ പറ്റില്ല. ഈ മേൽക്കൂരയുടെ വർക്ക് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയത്. എനിക്കിതിങ്ങനെ കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു. ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ പിസ്താഷ്യൽ വെച്ച് ഇങ്ങനെ ഒരു വർക്ക് ചെയ്യുന്നത്. ഇനി ഒരു കേക്ക് പാഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴത്തെ കോട്ടിങ്ങൊക്കെ ഞാൻ അതുപോലെ വലിച്ച് കളഞ്ഞിട്ടുണ്ട്. എന്നാലേ നമുക്ക് അതിന്മേൽ പെയിൻറ്റ് പിടിക്കുള്ളൂ കേട്ടോ. പ്ലാസ്റ്റിക് കോട്ടിങ് ഉണ്ടെങ്കിൽ അതിന്മേൽ പെയിൻറ്റ് പിടിക്കില്ല. ഈ കേക്ക് പാഡുമേ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പുൽക്കൂട് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പുൽക്കൂടിൻ്റെ കൺസ്ട്രക്ഷൻ കഴിഞ്ഞു. പിന്നെ നമുക്ക് പെയിൻറ്റിംഗ് ആണ് ചെയ്യേണ്ടത്. അത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് പെയിൻറ്റിങ് ചെയ്യാതെ ഇങ്ങനെ തന്നെയാണ് താല്പര്യമെങ്കിൽ ഇങ്ങനെ തന്നെ വെക്കാം. എനിക്ക് കുറച്ചുകൂടി പെയിൻറ്റ് ചെയ്ത് വേറൊരു ലുക്കിലേക്ക് ആക്കിയെടുക്കാനാണ് താല്പര്യം. അപ്പോൾ ഞാൻ ആദ്യം ഒരു ഗ്രീൻ കളർ താഴെ കൊടുക്കുന്നുണ്ട്. ബേസിലെ തെർമോക്കോൾ വൈറ്റ് കളറിൽ ഇങ്ങനെ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പച്ച കളറിൽ പെയിൻറ്റ് കൊടുക്കുന്നത്. ഇതിൻ്റെ മീതിയാണ് നമ്മളിനി ലീഫുകളൊക്കെ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഫെവിക്രിലിൻ്റെ ലൈറ്റ് ഗ്രീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഇത്തിരി വീതി കൂടി ബ്രഷ് എടുത്ത് ചെയ്യുകയാണെങ്കിൽ പണി ഇത്തിരി എളുപ്പം കഴിയും. ഇനി ഫ്രണ്ടിൽ നമ്മൾ കുറച്ച് സ്ഥലം വിട്ടിട്ടുള്ളത് ഒരു മണ്ണിട്ട വഴിക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ ബേൺഡ് സിയന്ന എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് ഇപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ കോഴിമുട്ടയൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ചട്ടയിൽ എഗ് കാർട്ടൂൺ എന്നാണ് അതിന് പറയുക. അതിൻ്റെ ചെറിയ പീസുകൾ ഇതുപോലെ കൈകൊണ്ട് പിച്ചിയിട്ട് ഒട്ടിച്ചു കൊടുക്കണം. കത്രിക കൊണ്ട് വെട്ടരുത്, അപ്പോൾ ആ കല്ലിൻ്റെ ഒരു ടെക്സ്ചർ കിട്ടില്ല. ഞാൻ സാധാ ഫെവിക്കോൾ വെച്ചിട്ടാണ് ഇത് ഒട്ടിക്കുന്നത്. കല്ലിന് ഞാനൊരു ബ്ലാക്ക് കളറാണ് അടിച്ചു കൊടുക്കുന്നത്. അടുത്തായിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഇറ്റാലിയൻ ക്രിബാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. എത്ര ക്രാഫ്റ്റിങ്ങും പെയിൻറ്റിങ്ങും ഒന്നും ചെയ്യാൻ അറിയാത്ത ആൾക്കാർക്കും ചെയ്യാൻ പറ്റിയിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള രീതിക്കാണ് ഞാനത് ചെയ്യാൻ പോകുന്നത്. വെറൈറ്റി ക്രാഫ്റ്റുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇനി നമ്മൾ ആർട്ടിഫിഷ്യൽ ലീവ്സും കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഗ്ലൂ ഗൺ വെച്ചാൽ മാത്രമേ ഇത് ഒട്ടി പിടിക്കുള്ളൂ. ഈ ആർട്ടിഫിഷ്യൽ ലീവ്സ് വരുമ്പോൾ തന്നെ നമ്മുടെ പുൽക്കൂടിൻ്റെ ആ ലുക്ക് തന്നെ കംപ്ലീറ്റ്ലി മാറും കേട്ടോ. നിങ്ങളുടെ നല്ല അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനി എങ്ങനത്തെ ക്രാഫ്റ്റുകളാണ് ചെയ്യേണ്ടത് എന്നത് കൂടെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ഈ പുൽക്കൂടിന് ചുറ്റും ചെറിയ ലീവ്സ് ഉള്ള പ്ലാന്റ്സ് വെക്കുന്നതാണ് ഭംഗി. വളരെ വലിയ ലീവ്സ് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കും ഭംഗി കിട്ടില്ല. ഒരു ബോൾ പോലെ തൂക്കിയിടുന്ന ആർട്ടിഫിഷ്യൽ ലീവ്സ് കണ്ടിട്ടില്ലേ, അതുമൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഈ ലീവ്സ്.
ഇനി ഇത് കിട്ടാൻ വേണ്ടിയിട്ട് വീട്ടിലുള്ള ഫ്ലവർ വേസ് ഒന്നും തല്ലി പൊളിക്കരുത് കേട്ടോ. ഒരുവിധ നാശനഷ്ടങ്ങൾക്കും മരിയൻ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് ഉത്തരവാദിയായിരിക്കില്ല. ഇനി ഐസ്ക്രീമിൻ്റെ സ്റ്റിക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഗ്ലൂ ഗൺ വെച്ചൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. യൂറോപ്യൻ കൺട്രീസിലൊക്കെ കണ്ടുവരുന്ന ഒരു പ്രത്യേക തരം വേലിയാണ് നമ്മളിവിടെ പ്ലാൻ ചെയ്യുന്നത്. ഇനി നമുക്ക് വേണ്ടത് ടൂത്ത് പിക്കാണ്. ടൂത്ത് പിക്കിൻ്റെ രണ്ടറ്റം ഇതുപോലെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഈ ഫെൻസിങ്ങിൻ്റെ കുറുകെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മേൽക്കൂര പെയിൻറ്റ് ചെയ്യാം. മേൽക്കൂര പെയിൻറ്റ് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഷെയ്ഡ് വാൻഡിക് ബ്രൗൺ എന്ന് പറയുന്ന ഫെവിക്രിലിൻ്റെ ഷെയ്ഡാണ്. അധികം വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്യാതെ വേണം പെയിൻറ്റ് ചെയ്തെടുക്കാൻ. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ പെയിൻറ്റിൻ്റെ ട്രാൻസ്പാരൻസി കൂടും. അപ്പോൾ പിസ്ത ഷെല്ലിൻ്റെ വൈറ്റ് കളർ ഇങ്ങനെ ഇടയ്ക്ക് കാണും. മാക്സിമം എല്ലാ സൈഡിൽ നിന്നും കവർ ചെയ്യാനായിട്ട് നോക്കുക. ചെറിയ ബ്രഷ് യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എല്ലാ കോർണേഴ്സും ഫില്ല് ചെയ്യാനായിട്ട് പറ്റുക. വൈഡ് ആയിട്ടുള്ള ബ്രഷ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോർണേഴ്സ് പെയിൻറ്റ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ വലിയ ബ്രഷ് എടുത്തിട്ട് ഫുൾ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്തതിന് ശേഷം ഈ കോർണേഴ്സിലൊക്കെ ചെറിയ ബ്രഷ് കൊണ്ട് ഫിനിഷിങ് ചെയ്യാം. ഇനി പുൽക്കൂടിൻ്റെ ഉള്ളിൽ നമ്മൾ ഉണക്കപ്പുല്ല് അല്ലെങ്കിൽ വൈക്കോല് വെച്ച് ഫില്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഈ വൈറ്റ് കളർ ട്രാൻസ്പാരൻ്റ് ആയിട്ട് നമ്മുടെ തെർമോക്കോൾ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യെല്ലോ ഒക്ര എന്ന് പറഞ്ഞിട്ടുള്ള കളർ ഒന്ന് ജസ്റ്റ് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ക്രിബിൽ നമ്മൾ ഔസേപിതാവിനെയും മാതാവിനെയും ഉണ്ണീശോനെയും മാത്രമേ വെക്കുന്നുള്ളൂ. നമുക്ക് ഫൈനൽ ലുക്ക് ഒന്ന് കണ്ടാലോ.